ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏതൊക്കെ മെത്തേഡുകളാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ടെക്നിക്സ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെത്തേഡുകൾ നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ദെൻ എന്താണ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം കോസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുമാണ്, അല്ലേ? കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് ഫ്യൂച്ചർ ഡിസിഷൻസിന് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കോസ്റ്റിംഗ് മെത്തേഡുകളാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഏതൊക്കെ തരം മെത്തേഡുകളാണ് ഉള്ളത്, അത് ഏതൊക്കെ തരം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ മെത്തേഡ് യൂസ്ഡ് ഇൻ ഫോർ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. നമ്മൾ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള രീതികളാണ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ടു ബി യൂസ്ഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ നാച്ചർ ഓഫ് ഇൻഡസ്ട്രി. ഓരോ ഇൻഡസ്ട്രീസിൻ്റെ നാച്ചർ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഓരോ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ടും മെത്തേഡിൽ എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ഇൻഡസ്ട്രി ആണോ നമ്മുടെ ഇൻഡസ്ട്രി എങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലെ ഫസ്റ്റ് മെത്തേഡാണ് ജോബ് കോസ്റ്റിംഗ്. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ജോബ് കോസ്റ്റിംഗ്. എന്താണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജോബ് കോസ്റ്റിങ്ങിനെ നമ്മൾ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് നമ്മളിലെ ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സ്മോൾ വർക്കാണ്. സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ഉള്ള ഒരു സ്മോൾ വർക്കിനെയാണ് ഒരു ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജോബ് വൈസ് നമ്മൾ കോസ്റ്റ് കണക്കാക്കുന്നതിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ബൈ ജോബ് ടൈപ്പ് ഇൻഡസ്ട്രീസ്. ജോബ് ടൈപ്പ് ഇൻഡസ്ട്രീസിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ജോബ് കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്മോൾ വർക്ക് ഹാവിങ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് കോസ്റ്റ് യൂണിറ്റ്. ഓരോ ജോബിനെയും നമ്മൾ ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ജോബ് നമ്മൾ ഫിനിഷ് ചെയ്തു, അതിന് നമ്മളൊരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കി. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ഈസ് അസർട്ടൈൻ സെപ്പറേറ്റ്ലി. അങ്ങനെ നമ്മൾ ഓരോ ജോബിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോബിൻ്റെയും കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അസർട്ടൈൻ ചെയ്യാണ് ജോബ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോളൂ. നമുക്കിവിടെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് തരം ഇൻഡസ്ട്രി, ഏത് തരം ബിസിനസ്സിലാണ് ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെ, പിന്നെ പ്രിന്റിംഗ് പ്രസ്സിൽ ഏത് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു റിപ്പയർ ഷോപ്പിൽ ഒരു പെയിൻറ്റേഴ്സ് ആൻഡ് ഡെക്കറേറ്റേഴ്സിൻ്റെ ഇതിൽ ഏത് കോസ്റ്റാണ് യൂസ് ചെയ്യുക എന്ന് ചോദിക്കുക. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുക. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് എക്സാമ്പിൾസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. നിങ്ങൾ മാറിപ്പോവരുത്, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എക്സാമ്പിൾ, ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ നമ്മൾ എന്തെങ്കിലും പ്രിന്റ് ചെയ്യുന്ന ഒരു ജോലി നമ്മൾ കൊടുത്തു. അപ്പോൾ അതിനല്ലേ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്? ഒരു 100 ഇൻവിറ്റേഷൻ ഇത്ര വില. വേറെ ഒരു മോഡലിലുള്ള പുതിയ ഇൻവിറ്റേഷൻ വന്നാൽ ഈ കോസ്റ്റിനാണോ കിട്ടുക? അല്ല. അപ്പോൾ അത് റിപ്പയർ ഷോപ്പ്, നമ്മുടെ കാറ് റിപ്പയർ ചെയ്യുന്നതിന് ഒരു ചാർജ്, വേറൊരു വണ്ടി റിപ്പയർ ചെയ്യുന്നതിന് സെയിം ചാർജ് ആണോ? സെയിം ജോബ് കോസ്റ്റ് ആണോ? അല്ല. പെയിൻറ്റേഴ്സ്, പിന്നെ അഡ്വർടൈസിങ് ഫേം, ഓരോരോ അഡ്വർടൈസ്മെൻറ്റിനും വ്യത്യസ്തമായിട്ടുള്ള ചാർജാണ് എടുക്കുന്നത്. ഓക്കെ, അതാണ് ജോബ് കോസ്റ്റ്. അപ്പോൾ ഓരോ ജോബ് വൈസ് നമ്മൾ കോസ്റ്റ് കണക്കാക്കുന്നതിനെ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നു. അടുത്ത കോസ്റ്റിംഗ് എന്താണ്? കോൺട്രാക്ട് കോസ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ ഫേം ഒരു കോൺട്രാക്ട് ബേസിലാണ് വർക്ക് നടത്തുന്നതെങ്കിൽ അത്തരം കോസ്റ്റിങ്ങിനെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ദ കോസ്റ്റിംഗ് എംപ്ലോയ്ഡ് ബൈ ഫേം അണ്ടർടേക്കിംഗ് കോൺട്രാക്ട് വർക്ക്. ഒരു കോൺട്രാക്ട് വർക്ക് നടത്തുമ്പോഴതിനാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യണത്. എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? അതായത് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്,
അല്ലേ? അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജ്, ഷിപ്പ് ബിൽഡിംഗ്, എഞ്ചിനീയറിംഗ് വർക്കിലൊക്കെ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് എംപ്ലോയ്ഡ് ബൈ ഫേംസ് അണ്ടർടേക്കിംഗ് ഓൺ കോൺട്രാക്ട് വർക്ക്. ഈച്ച് കോൺട്രാക്ട് അണ്ടർടേക്കൺ അക്കോർഡിംഗ് ടു സ്പെസിഫിക് റിക്വയർമെന്റ് ഓഫ് എ കസ്റ്റമർ. അപ്പോൾ ഒരു വീട് ഒരു കസ്റ്റമറുടെ ഇഷ്ടത്തിനാണ്, വേറൊരു വീട് വേറൊരു കസ്റ്റമറുടെ ഇഷ്ടത്തിന്. അപ്പോൾ ഒരേ കോസ്റ്റ് തന്നെയാണോ മറ്റേ വീടിന് വരിക? അല്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് കോൺട്രാക്റ്റിനനുസരിച്ച് കോസ്റ്റിൽ ഡിഫറൻസ് വരുന്നതിനെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത കോസ്റ്റിംഗ് ആണ് ബാച്ച് കോസ്റ്റിംഗ്. എന്താ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാച്ച് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ഇൻ കൺസേൺ ദാറ്റ് പ്രൊഡ്യൂസ് ഗുഡ്സ് ഇൻ ബാച്ചസ്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ ബാച്ച് വൈസ് ആണെങ്കിൽ ഒരു ബാച്ചിന് ഇത്ര രൂപ, വേറൊരു ബാച്ചിന് ഇത്ര രൂപ, ഇങ്ങനെയായിരിക്കും കോസ്റ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ബാച്ച് വൈസ് ആണ് കോസ്റ്റ് കണക്കാക്കുന്നതെങ്കിൽ അതിനെയാണ് ബാച്ച് വൈസ് എന്ന് പറയുന്നത്. ഇവിടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഓരോരോ മെഡിസിന് ഒരു ബാച്ച് മെഡിസിന് ഒരു വിലയായിരിക്കും, വേറൊരു ബാച്ച് മെഡിസിന് വേറെ ഒരു വിലയായിരിക്കും. പിന്നെ ബിസ്ക്കറ്റ് ഒരു ബാച്ച് ബിസ്ക്കറ്റ്സിന് വ്യത്യസ്ത വില. റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആണെങ്കിൽ ഓരോ ബാച്ച് വൈസ് ആയിരിക്കും. സ്പെയർ പാർട്സുകൾ അല്ലേ, അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സിന് ഉപയോഗിക്കുന്ന സ്പെയർ പാർട്സുകൾ, ഇതൊക്കെ ബാച്ച് കോസ്റ്റിങ്ങിന് എക്സാമ്പിൾസ് ആണ്. അടുത്തതാണ് പ്രോസസ് കോസ്റ്റിംഗ്. എന്താ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എംപ്ലോയ്ഡ് ഇൻ പ്രോസസ് ഇൻഡസ്ട്രീസിലാണ്. അതായത് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ അത്തരം പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എംപ്ലോയ്ഡ് ഇൻ പ്രോസസ് ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് യൂസ്ഡ് ഓവർ ദ പ്രൊഡക്റ്റ് പാസസ് ത്രൂ സെവറൽ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്. ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ പ്രോസസ് ഈസ് അസർട്ടൈൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ പ്രോസസ് കോസ്റ്റ് ബൈ ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് പ്രോസസ്. അപ്പോൾ ഓരോ പ്രോസസ്സിലും ഉണ്ടാവുന്ന ചാർജ് നമ്മൾ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കണക്കാക്കാൻ കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സിലും എത്ര ചാർജ് വന്നു എങ്കിൽ ആ ചാർജ് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡിങ് ദ ടോട്ടൽ പ്രോസസ്സിനെ ഓരോ പ്രോസസ്സിലെ ഓരോ ഔട്ട്പുട്ടിലും എത്ര ചാർജ് വന്നെങ്കിൽ അതായിട്ട് ഡിവൈഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കെമിക്കൽ വർക്ക്, കെമിക്കൽ ഫാക്ടറികൾ, ഷുഗർ മിൽസ്. ഇപ്പോൾ ഷുഗർ മിൽസൊക്കെ ഷുഗറായിട്ട് മാറണമെങ്കിൽ കുറേ പ്രോസസ്സ് ഉണ്ട് അല്ലേ? നമ്മൾ ആ കരിമ്പ് കൊടുന്നത് അതിനെങ്ങനെ ഓരോരോ ഘട്ടങ്ങളാക്കിയിട്ടാണ് ലാസ്റ്റ് നമുക്ക് ഷുഗറായിട്ട് മാറുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സിലുള്ള എക്സ്പെൻസ് കോസ്റ്റ് നമ്മൾ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ടെക്സ്റ്റൈൽസിൽ ഇപ്പോൾ ആദ്യം നൂല്, പിന്നെ അതിനെ സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ വരുന്ന ടെക്സ്റ്റൈൽസിൽ, ഓയിൽ റിഫൈനറീസിൽ, ഓയിൽ എടുത്തുന്ന റിഫൈനറീസിൽ, സോപ്പ് ഫാക്ടറി, പെയിന്റ് കമ്പനി, ഇതിലൊക്കെ പ്രോസസ് ബൈ പ്രോസസ് ആണ്. ഇത് ലാർജ് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? പ്രോസസ് കോസ്റ്റിംഗ്. ഏതാണ്? പ്രോസസ് കോസ്റ്റിംഗ്. അടുത്തതാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഉണ്ട്. മനസ്സിലായല്ലോ? ഓപ്പറേഷൻ കോസ്റ്റിംഗും ഉണ്ട്, ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഉണ്ട്. അത് രണ്ടും മാറിപ്പോകരുത്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എംപ്ലോയ്ഡ് വേർ ദ മാനുഫാക്ചറിങ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഓപ്പറേഷൻ. ഒരുപാട് ഓപ്പറേഷൻസിലൂടെ കടന്നിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അത്തരം കോസ്റ്റിംഗ് അത്തരം കമ്പനീസിൽ, അത്തരം ഇൻഡസ്ട്രീസിൽ നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നു. A process may consist of several operations such as കട്ടിങ്, ഡ്രില്ലിങ്, വെൽഡിങ്, ഇതൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഓരോരോ വർക്ക് നടത്തുന്നത്. അപ്പം ഇങ്ങനെ ഓരോരോ ഓപ്പറേഷൻസ്, ഓരോരോ പ്രോസസ്സിലും വ്യത്യസ്ത ഓപ്പറേഷൻ ഉള്ളതാണെങ്കിൽ അതിനെയാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുക. എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് വർക്ക്, ലെതർ കമ്പനികൾ, ടിമ്പർ കമ്പനി അല്ലേ, ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ്. അടുത്തതാണ് സിംഗിൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ്. എന്താ? സിംഗിൾ കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി വേർ ദ പ്രൊഡക്ഷൻ ഈസ് യൂണിഫോം ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഓൺലി എ സിംഗിൾ പ്രൊഡക്റ്റ്. ഇവിടെ എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്.
ഇവിടെ വെറുതെ പ്രൊഡക്ഷൻ ഇൻ യൂണിഫോം ബേസിലാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു സിംഗിൾ ഔട്ട്പുട്ട് ഉണ്ടാക്കും, അതിനുശേഷം അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ടാക്കും. ഇങ്ങനെ നമ്മൾ ഒരു സിംഗിൾ ഔട്ട്പുട്ടായിട്ടാണ് യൂണിറ്റ് കോസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത്. ഓൾ ദ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആർ ഐഡന്റിറ്റിക്കൽ. ഇവിടെ എന്താണ്, ഓരോന്നും വ്യത്യസ്തമായിരിക്കും. മനസ്സിലായല്ലോ, ഒരേപോലെ ആവില്ല, നമ്മൾ ഐഡന്റിറ്റിക്കൽ നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദ കോസ്റ്റ് അസർട്ടൈൻ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. മൈൻസ്, കോറീസ്, സ്റ്റീൽസ്, സിമെന്റിലൊക്കെ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മൈൻസിൽ യൂസ് ചെയ്യുന്നത് ഏതാ? കോറീസിൽ, സ്റ്റീൽ അതുപോലെ സിമെന്റ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഔട്ട്പുട്ട് ആയിരിക്കും. ദെൻ അടുത്തതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ കോസ്റ്റ് എന്താ, ഒരുപാട് ഓപ്പറേഷൻസ് നടന്നിട്ട് വരുന്ന ഒരിത്. അതായത് ലെതർ കമ്പനി, ടിമ്പർ കമ്പനീസ് ഒക്കെ അതിന് എക്സാമ്പിൾ പറഞ്ഞു, എഞ്ചിനീയറിംഗ് വർക്ക്സ് ഒക്കെ. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ മേഖലയിലല്ലാതെ സർവീസ് മേഖലയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പോൾ സർവീസ് മേഖലയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ തെറ്റാൻ സാധ്യതയുണ്ട്. ഓപ്പറേഷൻ അല്ല, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ് അല്ലേ? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ട്രാൻസ്പോർട്ട് കമ്പനീസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി കമ്പനീസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഗ്യാസ് സപ്ലൈ കമ്പനീസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഹോട്ടൽസ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് employed by concerned which are enhanced in providing service and not producing goods. ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേമുകളാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്പോർട്ട് കമ്പനീസ് അല്ലേ, ഇലക്ട്രിസിറ്റി, ഇതൊന്നും സർവീസ് ആണ്, ഇതൊന്നും ഒരു പ്രൊഡക്റ്റ് അല്ല. പിന്നെയോ ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ് എന്താണ്? ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് followed by concern which are divided into several department. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ള ഫേമുകളാണെങ്കിൽ അവിടെയാണ് ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യണത്. ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് അസർട്ടൈൻ ബൈ ഡിവൈഡിങ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഔട്ട്പുട്ടുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കണത്? ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റ് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് അസർട്ടൈൻ. കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ബൈ ഡിവൈഡിങ് ടോട്ടൽ കോസ്റ്റ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ്. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ കോസ്റ്റ് ബൈ ദ ഔട്ട്പുട്ട്. ടോട്ടൽ കോസ്റ്റിനെ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ദിസ് മെത്തേഡ് ഫോളോഡ് ബൈ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, പബ്ലിഷേഴ്സ് ഒക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെയോ. ദെൻ അടുത്തത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് കഴിഞ്ഞാൽ മോർ ദാൻ അല്ലേ, ഈ ഇപ്പം നമ്മൾ പഠിച്ച മോർ ദാൻ മെത്തേഡുകൾ പഠിച്ചു. ഇതിൽ ഒന്നിൽ കൂടുതൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ആണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. അപ്പോൾ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ അപ്ലിക്കേഷൻ ഓഫ് മോർ ദാൻ വൺ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗിനെ എന്തറിയപ്പെടും? കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്? സൈക്കിൾ മാനുഫാക്ചറിങ്. നമുക്കറിയാം ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, ഒരുപാട് തലത്തിലുള്ള ജോബ് വരുന്നുണ്ട്. ഓട്ടോമൊബൈൽ ഫാക്ടറികളിൽ, റേഡിയോ ആൻഡ് ടെലിവിഷൻ മേക്കിങ്ങിൽ, വാച്ച് ഫാക്ടറി, എയറോപ്ലെയിൻ കമ്പനി, ഇതൊക്കെ വലിയ വലിയ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ ടെക്നിക് മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യും. അതിനെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ചാർട്ടിൽ നമ്മൾ കൃത്യമായിട്ടും ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റും എങ്ങനെയാണ് യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കണമെന്ന് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൽ ജോബ് കോസ്റ്റിംഗും ഉണ്ട്, പ്രോസസ് കോസ്റ്റിംഗും ഉണ്ട്. ജോബ് കോസ്റ്റിങ്ങിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങും ബാച്ച് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിംഗിൽ ഏതൊക്കെയാണ് വരുന്നത്? പ്രോസസ്സിനനുസരിച്ചിട്ട് എന്തൊക്കെ വരും?
പ്രോസസ് കോസ്റ്റിംഗ് വരും, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. അപ്പം മൊത്തം എത്ര മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിൽ എത്ര മെത്തേഡ് ഉണ്ട്? 3, 4, 5, 6, 7, 8, 9 മെത്തേഡുകളുണ്ട്. 9 മെത്തേഡിലെ 3 മെത്തേഡ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡും ബാക്കിയുള്ളത് 6 പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡുമാണ്. അപ്പം ജോബ് കോസ്റ്റിംഗ് മെത്തേഡൊക്കെയാണ് ബാച്ച് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിങ്ങും ആദ്യം നമ്മൾ പറഞ്ഞത്. പിന്നെ പ്രോസസ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങും സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിങ്ങും ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിങ്ങും മൾട്ടിപ്പിൾ കോസ്റ്റിങ്ങും ഏത് കോസ്റ്റിംഗ് ആണ്? പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഇത് പ്രോസസ്സിനനുസരിച്ചിട്ടാണ് കോസ്റ്റിൽ ഡിഫറൻസ് വരുന്നത്. ഇനി നിങ്ങൾ നോക്കുന്നത് ഓരോ ഇൻഡസ്ട്രി അതിലേത് മെത്തേഡാണ്, ഇപ്പം നമ്മൾ പഠിച്ച മെത്തേഡുകളിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യണത്, കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്, കോസ്റ്റ് യൂണിറ്റ് ഏതായിട്ടാണ് കണക്കാക്കണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാർട്ട്. ഒരുപാട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പലർക്കും മാറി പോവാറുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന് കൊലറിയസ്, അതായത് ഈ മൈൻസ് അതുപോലെ തന്നെ കുഴിച്ചെടുക്കുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെയുള്ള മൈൻസ്, സിമെൻറ്റ്, ബ്രിക്സ് വർക്ക്, ബ്രിവറീസ്, സ്റ്റീല്, ഇങ്ങനെ വരുന്ന കുറേ പ്രൊഡക്റ്റ് ഇൻഡസ്ട്രീസിന് എല്ലാം യൂണിറ്റ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ ഇപ്പം ബ്രിക്സ് ആണെങ്കിലും കല്ലാണെങ്കിലും കുഴിച്ചെടുക്കുകയാണ്. ഓയിൽസ് മൈനറീസിൽ, ഓയിൽസ് മൈൻസിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുക ചെയ്യുന്നത്. അതിനൊക്കെ യൂണിറ്റ് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ടണ്ണായിട്ടാണ് നമ്മൾ കുഴിച്ചെടുക്കുന്നത്. ഒരിക്കലും നമ്മൾ 1 കിലോനോ 1/2 കിലോനോ ഒന്നും ആയിട്ടല്ല. സിമെൻറ്റും ടൺ കേസിനാണ്. ബ്രിക്സ് വർക്ക് 1000ത്തിനാണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ലാതെ ഒരു കല്ലിന് ഇത്രയെന്നല്ല, 1000 കല്ലിന് ഇത്രയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണക്കാക്കുക. പിന്നെ ബാരൽ, ബിവറീസിൽ ബാരൽസ് ആണ്. ബാരൽസ് ലിറ്റർ, ഇപ്പം കുഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ലിറ്റർ കണക്കിനാണ്, ബാരൽ കണക്കിനാണ് നമ്മൾ കുഴിച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റീലാകുമ്പോഴും ടൺ കണക്കിനാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും കുഴിച്ചെടുക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെ അത്ര അങ്ങനെ ആലോചിച്ചാൽ മതി. സിമെൻ്റ് ആണെങ്കിലും കൂടി അത് പ്രൊഡക്ഷൻ നടത്തുന്നു, അപ്പോൾ നമ്മൾ യൂണിറ്റ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നു. പിന്നെ കല്ലൊക്കെ 1000 ബ്രിക്സ് ആണ്. പിന്നെ ബ്രിവറീസ് ലിറ്ററിലാണ്, അപ്പോൾ അത് ബാരലിൽ കണക്കിൽ നമ്മൾ നോക്കുക. ഓക്കെ, അടുത്തത് പേപ്പർ ആണെങ്കിലും ടെക്സ്റ്റൈൽ ആണെങ്കിലും കെമിക്കൽ, ഇതിനൊക്കെ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. അപ്പോൾ ഇതൊക്കെ പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ പേപ്പർ ആണെങ്കിൽ ടൺ അല്ലേ, അതായത് ഒരു റം ഓഫ് പേപ്പറാണ്. ടെക്സ്റ്റൈൽസിൽ മീറ്റർ ആണ്. അത് പിന്നെ നിങ്ങൾക്ക് യൂണിറ്റ് എളുപ്പമാണ്, മീറ്ററിലാണ്. ടെക്സ്റ്റൈൽസിൽ പ്രോസസ് കോസ്റ്റിംഗ് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ്. കെമിക്കൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ്. അത് ടൺ അല്ലെങ്കിൽ kg, ലിറ്റർ യൂസ് ചെയ്യാം. ഇനി ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. അതിൽ ഓട്ടോമൊബൈൽ നമുക്കറിയാം ഒരുപാട് പ്രോസസ്സോ ഒരുപാട് മെത്തേഡുകൾ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. അവിടെ ഒരു കാറ് നമ്പറിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ ഷുഗർ ഫാക്ടറിയിലോ പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അത് ഇത്ര ഷുഗർ ഉണ്ടാക്കി, ടണ്ണാണ് ഇവിടെ ടണ്ണിനനുസരിച്ച്. പെയിന്റ് ഉണ്ടാക്കുന്നതും ഒരുപാട് പ്രോസസ്സാണ്, അത് ലിറ്റർ ആണ്. പെയിന്റ് ലിറ്റർ പെർ kg. ടിമ്പർ ആണെങ്കിലും ഏതാണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ടിമ്പറിന് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഒരുപാട് ഓപ്പറേഷൻസ് ഉള്ളത് കൊണ്ട് അതിനെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ടിമ്പറിന് ഏതാണ് ഉപയോഗിക്കുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അത് ക്യൂബിക് ഫൂട്ട് അല്ലേ, ക്യൂബിക് ആണ് അത് അറിയപ്പെടുന്നത്. പിന്നെ റേഡിയോ TV ഒക്കെ ആണെങ്കിലോ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് ഒരു അല്ലേ ഫുള്ളായിട്ടുള്ള ഒരു ടിവിയുടെ വർക്ക് കഴിയുന്നത്. അപ്പോൾ അത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്, അത് നമ്പറിനാണ്. അപ്പോൾ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഇതും പറഞ്ഞു. പിന്നെ ഏതായിരുന്നു മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് പറഞ്ഞ? ഓട്ടോമൊബൈൽ, ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. പിന്നെ കോൺട്രാക്ട് ഫേം കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. അവിടെ നമ്പർ, എത്ര ബ്രിഡ്ജ്, എത്ര വീട് എന്നൊക്കെ അനുസരിച്ചിട്ട്. പിന്നെ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ് അല്ലേ. അവിടെ എങ്ങനെയാണ് കണക്കാക്കുക? പാസഞ്ചർ അല്ലെങ്കിൽ കിലോമീറ്റർ, ഇത്ര പാസഞ്ചറിന് ഇത്ര കിലോമീറ്ററിന് അല്ലേ, അല്ലെങ്കിൽ ഇത്ര ടൺ സാധനം ഇത്ര കിലോമീറ്ററിനാണ് പോകുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് തന്നെയാണ്. അറിയാം, സർവീസിനൊക്കെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി എങ്ങനെ? കിലോവാട്ട് പെർ ഹവർ ആണ്. അതിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയില്ലോ, കിലോവാട്ട് പെർ ഹവർ ആണ്. ഹോസ്പിറ്റൽസിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് തന്നെയാണ് യൂസ് ചെയ്യുക. പേഷ്യൻറ്റ് പെർ ഡേ ആണ്, അല്ലെങ്കിൽ ബെഡ് പെർ ഡേ അല്ലേ. ഒരു പേഷ്യൻറ്റ് ഒരു ബെഡിൽ ഇത്ര ഡേ. പിന്നെ ഹോട്ടൽസിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്, റൂം എ ഡേ. പിന്നെ സിനിമ തിയേറ്ററിലും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്, ഒരു മാൻ അല്ലേ, ഒരു ഷോ.
നടത്തുമ്പോൾ ഒരു സീറ്റിന് ഇത്ര രൂപ. ഇൻറ്റീരിയർ ഡെക്കറേഷനോ അത് നമ്മൾ പറഞ്ഞു ജോബ് കോസ്റ്റിംഗ് ആണ്, ആ ഒരു സ്പെഷ്യൽ ജോബിനാണ്. അപ്പോൾ പെർ ജോബായിരിക്കും ചാർജ് വരിക. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമ്മൾ പഠിക്കുക. ഇങ്ങനെ കുഴിച്ചെടുക്കുക, സിമൻറ്റ് പോലുള്ള സാധനമൊക്കെ യൂണിറ്റ് കോസ്റ്റിംഗ്. ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പിന്നെയോ ഓട്ടോമൊബൈല് മൾട്ടിപ്പിളാണ്, സൈക്കിള് മൾട്ടിപ്പിളാണ്, പിന്നെ എന്തൊക്കെയാണ് മൾട്ടിപ്പിൾ, റേഡിയോ, ടി വി, ഫ്രിഡ്ജ് പോലുള്ളതൊക്കെ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഷുഗറും പെയിൻറ്റും ഒക്കെ പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പേപ്പർ, ടെക്സ്റ്റൈല്, ഷുഗർ, പെയിൻറ്റ് അതേതാണ് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമ്മൾ എത്തിക്കുക. പിന്നെ എല്ലാ സർവീസ് സെക്ടറും ഏത് കോസ്റ്റിംഗ് ആണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. നോട്ട് ഓപ്പറേഷൻ, ഇറ്റ്സ് എ ഓപ്പറേറ്റിംഗ്. ടിമ്പർ എന്താണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അപ്പോൾ ഇത്രയാണ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തതാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. അതായത് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് എന്നും പറയും. ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ്ങിനെ എന്താ പറയുക? ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ്. അതിൽ ഒന്നാമത്തെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഇവിടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻ ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻകേർഡ്. അതായത് കോസ്റ്റ് നടന്നതിന് ശേഷം, ചെലവായതിനു ശേഷം എത്ര ചെലവ് വന്നു എന്ന് പറഞ്ഞ് അസർട്ടൈൻ ചെയ്യുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചെലവ് നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തം ചെലവ് കണക്കാക്കുക. അപ്പോൾ ദിസ് ടെക്നിക് ഈസ് ഓഫ് ലിറ്റിൽ യൂസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. ഇതിൽ കോസ്റ്റ് കൺട്രോളിൽ ഇതിന് ഒരു റോളും ഇല്ല. കാരണം കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യം കോസ്റ്റ് നമ്മൾ കണക്കാക്കിയിട്ടാണ് ആ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യണത്. ഇവിടെ നമ്മൾ എപ്പോഴാണ് കോസ്റ്റ് കണക്കാക്കണത്? ആക്ച്വലായിട്ട് ഈ കോസ്റ്റ് ഇൻകർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കണക്കാക്കണത്. ഓക്കെ, അക്കോർഡിംഗ് ടു ICMAയുടെ ഡെഫിനിഷൻ, may be the ascertainment of cost after they have been incurred. Ascertainment of cost after they have been incurred is known as ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. കഴിഞ്ഞതാണ്. ഇനിയോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗോ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ദെയർ കമ്പാരിസൺ വിത്ത് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസ് ആൻഡ് ദെയർ കോസസ് ആൻഡ് പോയിന്റ്സ് ഓഫ് ഇൻസിഡൻസ്. ഇവിടെ എന്താണ്? നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, അത് ആക്ച്വൽ കോസ്റ്റ് കണക്കാക്കും, എന്നിട്ട് അത് നമ്മൾ കമ്പയർ ചെയ്യും, എന്നിട്ട് ഡീവിയേഷൻ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഇൻ വിച്ച് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആർ സെറ്റ് ഇൻ അഡ്വാൻസ് ആൻഡ് ദേ ആർ കമ്പയർഡ് വിത്ത് ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത് അത് നമ്മൾ എന്താക്കി മാറ്റും? ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നേ കൂട്ടി കണക്കാക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ascertainment of marginal cost and of the effect of profit of change in the volume or type of output by differentiating between fixed cost and variable cost. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസർട്ടൈൻമെന്റ് ഓഫ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ വോളിയം. ഇപ്പോൾ നമ്മൾ ആ വോളിയം ഓഫ് പ്രൊഡക്റ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തി ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റിനെയും കൂടി അതിൽ ബാധിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഒരു ഡിഫറൻഷിയേഷനാണ്. Marginal costing is a technique of costing which costs are classified into fixed cost and variable cost. അപ്പോൾ കോസ്റ്റിനെ രണ്ടായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ആൻഡ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു ഓപ്പറേഷൻ. വേരിയബിൾ കോസ്റ്റ് മാത്രം നമ്മൾ ഈ ഓപ്പറേഷന് വേണ്ടി ചാർജ് ചെയ്യും. The difference between sales and variable cost is ഓൾസോ നോൺ ആസ് കോൺട്രിബ്യൂഷൻ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഫിക്സഡ് കോസ്റ്റ് ഫ്രം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് കോൺട്രിബ്യൂഷൻ, നമുക്ക് കിട്ടിയ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ആ മൊത്തം അതിൽ നിന്ന് പ്രോഫിറ്റ് കണക്കാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഒരു ഡിഫറൻസ് തന്നെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡയറക്റ്റ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാണ്. ഓൺലി ഡയറക്റ്റ് കോസ്റ്റ് ആർ ചാർജ്ഡ് ടു ഇറ്റ്സ് ഓപ്പറേഷൻ, പ്രോസസ് ഓർ പ്രൊഡക്റ്റ്.
ഡയറക്റ്റ് കോസ്റ്റ് മാത്രം ആ ഒരു ഓപ്പറേഷനെയോ പ്രോസസ്സിനെയോ അതുപോലെ തന്നെ പ്രൊഡക്റ്റിലേക്കോ ചാർജ് ചെയ്യുന്നു. ഡയറക്റ്റ് കോസ്റ്റിംഗ് ഡിഫേഴ്സ് ഫ്രം മാർജിനൽ കോസ്റ്റിംഗ് വേർ സം ഫിക്സഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് കോസ്റ്റ്. സർട്ടൺ ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. ഓൾ ഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ ഓപ്പറേഷൻസ് ലെവലിലേക്ക് മാറ്റുന്നതിനെയാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Process or product, leaving all the indirect cost to be written off against profit in the period in which they arise. Okay, അപ്പോൾ അതാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണെന്നാ പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് ചാർജിങ് ഓൾഡ് കോസ്റ്റ് ഫോർമർ ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് ടു ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഓൾഡ് കോസ്റ്റ് ആയിട്ടുള്ള ഫോർമറിൽ നമുക്ക് വരുന്ന വേരിയബിൾ കോസ്റ്റിനെയോ ഫിക്സഡ് കോസ്റ്റിനെയോ നമ്മൾ കോസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. ആൻഡ് ട്രഡീഷണൽ വേ ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്, ഇതൊരു ട്രഡീഷണൽ വേ ആണ്. ഇവിടെ നമുക്ക് നോ ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് for variable cost and fixed cost, and all costs are charged to cost of production. It is also called full costing. ഇവിടെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കും. വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് കണക്കാക്കും. അതുകൊണ്ട് ഇതിനെ ഫുൾ കോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ഫുൾ കോസ്റ്റിംഗ്. അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻ ആസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ടു ബോത്ത് വേരിയബിൾ. നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നമ്മുടെ കോസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കും. എന്നിട്ട് പ്രോസസ്സിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ കോസ്റ്റ് നമ്മൾ കണക്കാക്കുന്നതിനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻ ആസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ് ടു ഓപ്പറേഷൻ. വേരിയബിൾ കോസ്റ്റിനെയും ഫിക്സഡ് കോസ്റ്റിനെയും നമ്മൾ കണക്കാക്കും പ്രോസസ് ഓർ പ്രൊഡക്റ്റിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? when several undertaking use the same costing method. ഒരേ കോസ്റ്റിംഗ് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരേ മെത്തേഡും പ്രിൻസിപ്പിൾസും പ്രാക്ടീസും തന്നെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ when several undertaking use the same cost method, principles and practice, it is called uniform costing. It is a great help in കോസ്റ്റിംഗ് കമ്പാരിസൺ. ഇത് കോസ്റ്റിംഗ് കമ്പാരിസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിഫോം കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ യൂസ് ഓഫ് സെവറൽ അണ്ടർടേക്കിംഗ് ഫോർ സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്. സെയിം പ്രിൻസിപ്പിൾസും ടെക്നിക്സുമാണ് യൂണിഫോം കോസ്റ്റിംഗിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സെയിം മെത്തേഡും ടെക്നിക്സും യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റിങ്ങിനെയാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ടെക്നിക്സ് പറഞ്ഞു. അതുപോലെ തന്നെ എത്ര തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്, മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ് പറയുന്നത്. ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ടെക്നിക്സ് വളരെ ഈസിയാണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, അത് കുറവുമാണ്. ദെൻ എലമെന്റ് ഓഫ് കോസ്റ്റ് എന്തൊക്കെയാണ്? നമുക്കറിയാം നമ്മുടെ കോസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് എലമെന്റ് ഓഫ് കോസ്റ്റിംഗിൽ. അപ്പോൾ മാനേജേഴ്സ് ഓഫ് ദ കൺസേൺ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഇൻഫർമേഷൻ ഓഫ് ഓൺലി ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ ജോബ്. ഇപ്പം മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ കോസ്റ്റ് അറിയില്ല അവരുടെ മെയിൻ എയിം. അവർക്ക് ഈ കോസ്റ്റിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ് കൃത്യമായിട്ട് കിട്ടണം. എങ്കിൽ മാത്രമേ ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും കോസ്റ്റ് റിഡക്ഷനും നടക്കുള്ളൂ. അപ്പോൾ ഏതൊക്കെ എലമെന്റ് ആണ് നമ്മുടെ കോസ്റ്റിങ്ങിൽ ഉള്ളതെന്ന് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? അസർട്ടൈൻ ചെയ്യണം. അപ്പോൾ മാനേജേഴ്സ് ഓഫ് ദ കൺസേൺ അല്ലേ, നമുക്ക് എന്ത് വേണം? ഓരോ ജോബിലുള്ള എലമെന്റ്സ് അറിയണം. അപ്പോൾ ദ ടോട്ടൽ കോസ്റ്റ് ടു ബി ഡിവൈഡ് ഇൻ ടു കോമ്പണൻസ് ഓർ പാർട്സ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ മൊത്തം കോസ്റ്റിനെ നമ്മൾ പാർട്സ് ആക്കിയിട്ട് മാറ്റും. The components of parts of total cost are termed as element of cost. ഈ ഇതിനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 3 മെയിൻ എലമെന്റ്സ് ആണുള്ളത്: മെറ്റീരിയലും ലേബറും എക്സ്പെൻസും. അപ്പം 3 എണ്ണാണുള്ളത്.
എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. നിങ്ങൾ ഈ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയൽ ആണെങ്കിലും ലേബർ ആണെങ്കിലും ഓവർ ഹെഡ് ആണെങ്കിലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എലമെന്റ് ഓഫ് കോസ്റ്റിൽ 3 എലമെന്റ് ആണുള്ളത്. 3 എലമെന്റിലും ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് നമ്മൾ ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്. ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും ഉണ്ട്. എക്സ്പെൻസും ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഓക്കെ, അപ്പോൾ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ, ദെൻ എക്സ്പെൻസ്. എക്സ്പെൻസിനെ തന്നെയാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. മെറ്റീരിയലും ഇൻഡയറക്റ്റും ഉണ്ട്, ലേബറും ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ട്, എക്സ്പെൻസുകളും ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ട്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ഇതാ നമ്മൾ അതിൻ്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. മെറ്റീരിയൽ കണ്ടോ, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ലേബർ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു പിക്ക് അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ പിന്നെയോ, ഇനി ഡിവിഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോസ്റ്റിനെ നമ്മൾ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അതിൽ ഒന്നാമത്തെ കോസ്റ്റ് ആണ് പ്രൈം കോസ്റ്റ്. എന്താണ് പ്രൈം കോസ്റ്റ്? പ്രൈം കോസ്റ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് മെറ്റീരിയലും ചേർന്നതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് കോസ്റ്റ്, അതുപോലെ തന്നെ ഫ്ലാറ്റ് കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് കോസ്റ്റ്, ഫ്ലാറ്റ് കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ് ഇസ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എങ്ങനെ കണക്കാക്കുക? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ്, അതായത് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ചേർന്നാൽ അതിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കോസ്റ്റ് ആണ് ഫാക്ടറി കോസ്റ്റ്. എന്താ ഫാക്ടറി കോസ്റ്റ്? റെഫേഴ്സ് ടു ദ ടോട്ടൽ ഓഫ് പ്രൈം കോസ്റ്റ് ആൻഡ് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രൈം കോസ്റ്റും പിന്നെ ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ചേർന്നതാണ് ഫാക്ടറി കോസ്റ്റ്. ഇൻ അഡീഷൻ ടു പ്രൈം കോസ്റ്റ് ഇറ്റ് ഇൻക്ലൂഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരും, ഇൻഡയറക്റ്റ് ലേബർ വരും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരും. അപ്പോൾ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഡയറക്റ്റ് എല്ലാം ഡയറക്റ്റ് ആണ് പ്രൈം കോസ്റ്റ്. അതിന്റെ കൂടെ ഇൻഡയറക്റ്റും കൂടി കൂടിയാൽ ഏതായി മാറും? ഫാക്ടറി കോസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കാണാനുള്ള ഇതെന്താണ്? ഫാക്ടറി കോസ്റ്റ് കാണാൻ ഡയറക്റ്റ് പ്രൈം കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഫാക്ടറി കോസ്റ്റ്. അടുത്തതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ കാണാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു ദ total of factory cost and administration overhead. In addition to factory cost, it include or office and administrative expenses. It also known as office cost. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണാൻ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ, ഫാക്ടറി കോസ്റ്റ് നമ്മൾ എങ്ങനെ കണക്കാക്കിയത്? പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എല്ലാം കൂട്ടി, ഇൻഡയറക്റ്റ് ലേബർ കൂട്ടി, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കൂട്ടി, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടി, അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നമുക്ക് നമ്മുടെ ഓഫീസ് സ്റ്റാഫും ഓഫീസും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അതിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കൂടി ചേർന്നാൽ അത് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്തൊക്കെയാണ്? ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അതിൻ്റെ കൂടെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി മാറും? ഫാക്ടറി കോസ്റ്റ് ആയി മാറും. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കൂട്ടിയാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്. Then it is also known as cost of sales. ഇതിനെ എന്താ പറയുക? It's also known as cost of sales. Total cost is equal to ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂട്ടും. ഇതാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ഇനി ഈ റിലേഷൻഷിപ്പ് പറയുന്നു. എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടിയും കൂട്ടിയാൽ പ്രൈം കോസ്റ്റ്.
പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് കൂട്ടിയാൽ ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടിയാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതിൽ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കൂട്ടിയാൽ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായല്ലോ? ദെൻ ഇത്രയാണ് നമ്മൾ ഏതിൽ പറയുന്നത്? എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. അതുപോലെ തന്നെ ഡിവിഷൻ എലമെൻറ്റിൽ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, പിന്നെ ഡിവിഷൻ ഓഫിൽ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദെൻ ടോട്ടൽ കോസ്റ്റ്. ഈ പിക്ക് നോക്കുക, ഈ ഒരു റിലേഷൻ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻക്ലൂഡ് പ്രൈം കോസ്റ്റ് പ്ലസ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് വി ഗെറ്റ് ഫാക്ടറി കോസ്റ്റ് ദെൻ പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആയിട്ടുള്ള ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ദാറ്റ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാ ടേമുകളും കൃത്യമായിട്ട്, ടെക്നിക്സും മെത്തേഡും കൃത്യമായിട്ട്, കോസ്റ്റിങ്ങിൻ്റെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആ ചാർട്ട് അല്ലേ, നമ്മൾ ഏതൊക്കെ മെത്തേഡുകൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, പെർ യൂണിറ്റ് കോസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ള ആ ചാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.